Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. നമസ്കാരം. ലൈഫ് ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലൈഫ് ബീറ്റ്സിൽ നമ്മോടൊപ്പം തിരുവനന്തപുരം പേട്ട അക്ഷരവീഥിയിലെ പുനർജനി ഹോസ്പിറ്റലിലെ MD ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയുണ്ട്. ഡോക്ടർക്ക് ഈ എപ്പിസോഡിലേക്ക് ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ടോപ്പിക്സ് ആണ് ചർച്ച ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്ന ഒരു സമയമാണ് ഗർഭധാരണം വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ അതിന് മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം എന്നൊക്കെ ഒരുപാട് ആൾക്കാരും ഒരുപാട് ചിന്തിക്കാറുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഗർഭധാരണം, അതിൻ്റെ സത്യവും മിഥ്യയും എന്നാണ്. ഡോക്ടറിന് തന്നെ തുടങ്ങാം ഇങ്ങനെ ഒരു ടോപ്പിക്. ഇത് ഗർഭധാരണം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ശരിയുള്ളതും ശരിയല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഒന്നാമത് ഗർഭിണി ചിന്തിച്ചു തുടങ്ങും. അതിനെയൊക്കെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകള്, പ്രായമായവരും പ്രായം കുറഞ്ഞവരും കൂടെയുള്ള ഫ്രണ്ട്സും ഒക്കെ കൂടെ അതിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യും. ഇപ്പോ മൊത്തത്തില് ഏതാണ് ശരി, ഏത് ചെയ്യണം, ഏത് വേണ്ട, ഇങ്ങനെ ഒരു സംഭവം അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഗർഭിണികള്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാന് ഇത് കൺസെപ്ഷണൽ കൗൺസിലിംഗ്, ദാറ്റ് ഈസ് ഈ പ്രഗ്നൻസി കൗൺസിലിംഗ് കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, മാനസികമായിട്ട് തളർന്നു പോകുന്നവരുണ്ട് ചില സമയത്ത്, പ്രഗ്നൻസി സൈക്കോസിസ്. ചിലർക്ക് ആ ഒരു സ്റ്റേറ്റ് ഏക്കാൻ പറ്റാത്തവരുണ്ട്, അങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. ദെൻ ഓൾസോ അനദർ പോയിന്റ് ഇസ് ഈ പലരുടെ കയ്യിൽ നിന്നും അഡ്വൈസ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഗർഭിണിയപ്പോൾ നിൽക്കുന്നത്. സോ അപ്പം ആര് പറയുന്ന കേൾക്കണം, ആര് പറയുന്നതാണ് ശരി, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റേജിലായിരിക്കും ഗർഭിണി. അപ്പൊ ആളുകൾ ഇത് മുതലെടുക്കും. അപ്പോഴത്തേക്കും എല്ലാരും അവരവരുടെ വക എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ ബുദ്ധിയും ഒക്കെ അപ്പൊ പ്രയോഗിക്കും. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും മിക്ക ഗർഭിണികളും എൻ്റെ അടുത്ത് വരുന്നത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. വല്ലാത്തൊരു പേടിയും ആകെ മൊത്തം ഇവര് പറയണ, അമ്മ പറയുന്നു ഇങ്ങനെ, അമ്മൂമ്മ അങ്ങനെ പറയണു, ഫ്രണ്ട്സ് ഇങ്ങനെ, ഏതാ ശരിയെന്ന്. അങ്ങനെ തുടങ്ങി. ആദ്യത്തെ തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് ഡോക്ടറെ കാണും. ഇപ്പം ഒരു നമുക്ക് ആ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയി, അതിപ്പോ ഒരു 5-6 ദിവസം 7-8 ദിവസമൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ 5-6-8 ദിവസം വന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അവര് ഉടനെ ഈ പ്രഗ്നൻസി ടെസ്റ്റ്, ഇപ്പൊ അതൊക്കെ വലിയ മോഡേൺ ആയി. എല്ലാരും ഇപ്പൊ ഹോസ്പിറ്റലിൽ വരവൊന്നുമില്ല, തനിയെ കൊണ്ടുപോയി അതിന് ആവശ്യമായിട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം, വളരെ ഈസി അല്ലേ. അപ്പം അത് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവായ പിന്നെ അഭിപ്രായങ്ങൾ തുടങ്ങും. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സന്തോഷമൊക്കെ കഴിയുമ്പം പിന്നെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ അഭിപ്രായം, നല്ല പ്രായമായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ വിവരമില്ലാത്തവരാണെങ്കിൽ അവരിൽ നിന്ന് വരും ആദ്യം. ഡോക്ടറെ ഉടനെ ഒന്നും പോയി കാണരുത്, വേണ്ടാത്ത മരുന്നുകളൊക്കെ തന്നുകളയും. അത് കുഞ്ഞിനെ അമ്മയ്ക്കും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം പറ്റുന്ന പറഞ്ഞാൽ ഗർഭിണി ഒന്നും ചെയ്യില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാനും തയ്യാറാവും. സോ അവരാദ്യം പറഞ്ഞാൽ അങ്ങനെ പോയി കഴിക്കരുത്, മരുന്നുകളൊക്കെ അനാവശ്യമായിട്ട് തന്നുകളയും, അതൊക്കെ കഴിച്ചാൽ കുഞ്ഞിന് പിന്നെ നാളെ വല്ല പ്രശ്നങ്ങളും ഒക്കെ വരും എന്ന് പറയും. അത് ഒരു മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയാണ്. അത് തന്നെ ഞാനിവിടെ അതിന്റെ സത്യാവസ്ഥയും കൂടെ പറഞ്ഞു പോയിക്കോട്ടെ. ഞാൻ കാര്യം, ഈ തെറ്റിദ്ധാരണയിൽ ആദ്യമുള്ള കാര്യം പറയേണ്ടത്, ഈ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആള് അറിയുന്നില്ല എന്ത് മരുന്നാണ്. ഡോക്ടർ ഒരു അമ്മയും കുഞ്ഞിനെയും ദോഷം ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരിക്കണവോ?
അതിനല്ലല്ലോ ഡോക്ടർ ഇരിക്കുന്നത്. അവർക്കൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയായാലും ഇതൊക്കെ പറഞ്ഞാൽ അവസാനം പ്രസവ സമയത്ത് അവർക്ക് ഡോക്ടറെ വേണം. അത് ഇന്ന് ആർക്കും വീട്ടിൽ പ്രസവിക്കാനൊന്നും വയ്യ. പക്ഷെ ആ ലാസ്റ്റ് മിനിറ്റിൽ വന്ന് നമുക്ക് ഒരു പ്രയാസം തരണ ഡോക്ടർക്ക് ഒരു പ്രയാസമാവണതിനെക്കാട്ടിലും നല്ലത് ആദ്യമേ വരിക എന്നുള്ളതാണ്. ഈ ഡോക്ടർ അനാവശ്യമായിട്ട് മരുന്നുകൾ എറിയും. ഇതിൽ ഈ അനാവശ്യം എന്ന് പറയാൻ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഒരു 3 മാസം ഫോളിക് ആസിഡ്, അതിൻ്റെ കൂടെ DHA എന്നൊരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കും. കാരണം കുഞ്ഞിൻ്റെ തലച്ചോറ് വളർച്ചയ്ക്കും നട്ടെല്ലിൻ്റെ വളർച്ചയ്ക്കും വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരിതാണ്. കുഞ്ഞിൻ്റെ തന്നെ വളർച്ചയ്ക്ക് ഇത്രയും കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഫോളിക് ആസിഡ്. പിന്നെ ഒരു പക്ഷേ എന്തെങ്കിലും ചെറിയ വയറുവേദനയോ ബ്ലീഡിങ്ങോ ഒറ്റോ ഇടയ്ക്ക് സ്പോട്ടിങ്ങോ ഒറ്റോ വന്ന പെൺകുട്ടിയാണെങ്കിൽ നമ്മളൊരു ഹോർമോൺ സപ്പോർട്ടും കൂടെ കൊടുക്കും, അബോർഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്. സോ അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാവും. മാക്സിമം പിന്നെ അവർ തന്നെ പറയും ഛർദി ഉണ്ട്, അതുകൊണ്ട് അപ്പൊ ഛർദിക്കൊക്കെ ഇപ്പൊ വളരെ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ആദ്യമേ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതൊക്കെയാണ്. അതുപോലും എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത് ഛർദിച്ച് തീർക്കണം എന്നാണ്. അല്ലാതെ അതിന് സുരക്ഷിതമായിട്ടുള്ള മരുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ വിശ്വാസം. അപ്പൊ അത് മാക്സിമം വേണ്ടി നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും, ആ ഒരു സംഭവം. അപ്പൊ അതിനുള്ള മരുന്ന്. ഇതല്ലാതെ ഡോക്ടർ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? ആ കൂടി ഇത്രയും കൂടി വന്ന ഫോളിക് ആസിഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ രക്തം കുറഞ്ഞു കുറഞ്ഞു വരും മാസങ്ങൾ ചെല്ലും തോറും ഗർഭിണിയായിരിക്കുമ്പം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ആ ഗർഭിണിക്ക് നമ്മള് രക്തക്കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗർഭിണി പ്രസവിച്ചെണീക്കാൻ പ്രയാസമായിരിക്കും, വളരെ മോശം സ്ഥിതിയിലായിരിക്കും. സോ അങ്ങനെ വരുമ്പം നമ്മൾ ഉടനെ തന്നെ അയൺ ആ ഒരു 2 മാസം 3-ാം മാസത്തിലൊക്കെ തുടങ്ങുള്ളൂ. എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ, അതല്ല ബ്ലഡ് വളരെ കുറവുള്ളവർക്ക് ആദ്യമേ അയൺ ടാബ്ലറ്റ്. അയൺ എന്ന് പറയുന്നത് നമ്മൾ ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിന്റെ അളവ് കൂട്ടാനുള്ളൊരു സാധനം, അത് നമ്മൾ കൊടുക്കും. അതോടൊപ്പം ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മരുന്ന് മാത്രം നിങ്ങൾ കണക്കാക്കണ്ട, അതിൻ്റെ കൂടെ ഡേറ്റ്സ്, ഈന്തപ്പഴം, ഇപ്പം അയണിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം കഴിച്ചുള്ളൂ, സോയാബീൻസ്, പിന്നെ ഇത് ചെറിയ മീനുകൾ കഴിക്കണവരെ, വെജിറ്റേറിയൻ അല്ലാത്തവരാണെങ്കിൽ ചെറിയ മീനുകൾ, അല്ലെങ്കിൽ സോയാബീൻസ്, അല്ലെങ്കിൽ പിന്നെ അയണിന് വേണ്ടിയിട്ട് നമുക്ക് ചീരക്കറികൾ, വെജിറ്റേറിയൻസിന് ചീരക്കറികൾ, പിന്നെ എള്ള്. അപ്പോഴത്തേക്കും തുടങ്ങി അടുത്ത മിഥ്യ വന്നു കഴിഞ്ഞു. അടുത്ത വലിയ എള്ള് കഴിച്ചാൽ ഉടനെ അബോർഷൻ ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത മിഥ്യ വെച്ചാൽ മനുഷ്യനെ ഒരു ഗർഭിണിയെ ഒരു മരുന്നും കഴിക്കാൻ സമ്മതിക്കില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. നല്ല ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഒരു ഡോക്ടർ കൊടുക്കണുള്ളൂ. അപ്പൊ ഈ ആളുകളുടെ വിചാരം ഡോക്ടർ അതിൻ്റെ ഇടയിൽ ഡോക്ടറെയും കൂടെ പറയും, ഡോക്ടർ പൈസയ്ക്ക് വേണ്ടി കുറെ മരുന്നുകൾ എഴുതി. അടുത്ത പറയാൻ പോകുന്ന അടുത്തൊരു കാര്യമുണ്ട്, കുറെ ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചു. ഒരു ഗർഭിണിക്ക് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുന്നത്? നമുക്ക് കണ്ണടച്ച ജോത്സ്യം നോക്കാൻ പറ്റുമോ? വി ഷുഡ് നോ ദാറ്റ് ഈസ് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയണം, അവരുടെ ഇതെല്ലാം മനസ്സിലാക്കണം മനുഷ്യരെ. സാക്ഷരതയുള്ള കേരളത്തിനകത്ത് ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലാത്ത നാടുകളിൽ ഇപ്പം പറയണമെങ്കിൽ നമുക്ക് ഇത്രയും അവർക്ക് വി ക്യാൻ ഗിവ് എൻ അലവൻസ്. ദേ ഡോണ്ട് ഹാവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. സോ ഇതിപ്പോൾ അങ്ങനെയല്ല. എഡ്യൂക്കേറ്റഡ് ആളുകളാണ് ഈ പറയുന്നതെല്ലാം. ആ സമയത്ത് അവരുടെ എല്ലാ എഡ്യൂക്കേഷനും പോയി കിട്ടും. അതെന്താണെന്ന് അറിയില്ല. സോ സ്വന്തം വീട്ടിലൊരു ഗർഭിണി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ എല്ലാവരും സംസാരിക്കുന്നതാണ്. അപ്പം സ്കാൻ ചെയ്യുന്നത് ഡോക്ടർ പൈസ വാങ്ങിക്കാനാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ സ്കാൻ തുടക്കത്തിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത്യാവശ്യം 1000 പ്രാവശ്യം ഞാൻ തന്നെ ഓരോ ഷോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെ പൈസ ആർക്കും വാങ്ങിക്കാനല്ല, സ്കാൻ ചെയ്യുക എന്നുള്ളത് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ അപ്പോഴും ഡോക്ടർക്കായിരിക്കും കുറ്റം, ആദ്യമേ കണ്ടുപിടിച്ചില്ല എന്ന് പറയും. സോ ഫസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മരുന്നുകൾ ദോഷമുള്ള ഒറ്റ മരുന്നും ഗർഭിണിക്ക് ഒരു ഡോക്ടറും കൊടുക്കില്ല. കാര്യം വെച്ചാൽ പ്രഗ്നൻസി മെഡിസിൻസ് എന്ന് പറഞ്ഞ് പ്രത്യേകമുണ്ട്. ഈവൺ ഇപ്പം എന്തെങ്കിലും ഒരു അണുബാധ വന്നാൽ, യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും അതിനും ഗർഭിണിക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകൾ വേറെ ഉണ്ട്. സോ അതിനാണ് ഗൈനക്കോളജിസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനും ഒക്കെയാണ് അവരുണ്ടാവണം. അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് നമുക്ക് എന്തിനാ? അതിപ്പോ നമുക്കറിയില്ല അല്ലെ, സാധാരണക്കാർക്കറിയില്ല. ദറ്റ് ഈസ് ഞാൻ എന്ത് മരുന്ന് കഴിച്ചാൽ ദോഷം ഉണ്ടാവും, ദോഷം ഉണ്ടാവില്ല. സോ ആക്ച്വലി പക്ഷെ ഇപ്പൊ വിപണിയിൽ പ്രഗ്നൻസിക്ക് ദോഷമുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞ ഒരു മരുന്ന് ഒന്നും ഇറക്കുന്നില്ല അവര്. എല്ലാ സ്റ്റഡീസിന്റെ ഇടയിൽ നല്ല രീതിയിലുള്ള മരുന്നുകളെ മാത്രമേ അവർ ഇറക്കുന്നുള്ളൂ സത്യം പറഞ്ഞാല്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയേ വേണ്ട. പിന്നെ ആദ്യം കഴിക്കുന്ന മരുന്നുകൾ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, പിന്നെ കാൽഷ്യം നമ്മൾ കൊടുക്കും. ഈ കുഞ്ഞിന്റെ തലമുടി, എല്ല്, പല്ലുകള് ഒക്കെ നല്ല ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യം മുതലേ.
ഇതിനൊക്കെയാണ് മരുന്ന്, ഇതൊക്കെയാണ് മരുന്ന്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരോട് പറയും, ഇത് മരുന്നല്ല, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്. ഇപ്പൊ നിങ്ങൾ എത്ര പാല് കുടിച്ചാലും ചിലപ്പം ഈ 1000 ഗ്രാം, അതായത് ഒരു 1000 grams 1000 milligram of calcium is necessary for a pregnant woman. സോ അപ്പോൾ ഈ 500 മില്ലിഗ്രാമിന്റെ 2 എണ്ണം കഴിച്ചാൽ 1000 മില്ലിഗ്രാം ആവുള്ളൂ. സോ 2 ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കാൽഷ്യം എന്ന് പറയുന്നത് ഒരു മരുന്നാണോ? ഒരിക്കലും അല്ല. കാൽഷ്യം എന്ന് പറയുന്നത് പാലിൽ നിന്ന് കിട്ടും പോലെ തന്നെ അതിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അപ്പൊ അത് കൂടുതൽ നമുക്ക് ഭക്ഷണത്തിൽ കിട്ടാത്തതുകൊണ്ട് കൊടുക്കുന്ന അതിന് സപ്ലിമെന്റ്, മെയിൻ ഫുഡിൽ നിന്ന് കിട്ടാതെ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ അയൺ. ഇപ്പൊ നമുക്ക് ചീര കഴിച്ചാലും മീൻ കഴിച്ചാലും ഒക്കെ എല്ലാ ദിവസവും എല്ലാവരും കഴിക്കാൻ പാടില്ല. സോ ഒരു ഗർഭിണിക്ക് 2 പേർക്ക് വേണ്ടിയിട്ട് കഴിച്ചേ പറ്റൂ. ആ ഒരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മരുന്നുകളും കൂടി ഒരു എക്സ്ട്രാ എഫക്റ്റിന് കൊടുക്കുന്നത്. ഇത്രയും ഭക്ഷണം ചിലപ്പോൾ ചില കുട്ടികൾ ഛർദി കാരണം ഭക്ഷണമേ കഴിക്കില്ല. അറ്റ്ലീസ്റ്റ് ഈ മരുന്നിന്റെയെങ്കിലും ഗുണം നിന്നോട്ടെ വിചാരിക്കും. സോ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഡോക്ടറുടെ ആവശ്യത്തിനല്ല മരുന്നുകൾ എഴുതുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ്. ഇതാണ് ആദ്യം കൊടുക്കുന്ന മരുന്നുകൾ. അതായത് ഒരു സ്ത്രീക്ക് ഗുണമുണ്ടാകാനുള്ള മരുന്നുകൾ മാത്രം അവരുടെ കുട്ടിക്ക്, ഒരു ഗർഭിണിക്കും അവരുടെ കുട്ടിക്കും ഗുണമുണ്ടാകുന്ന മരുന്നുകളാണ് ഡോക്ടർ ആദ്യം കുറിച്ചു കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ളവർ, ഇപ്പം BP വരുന്ന ഒരാളുണ്ട്, ഗർഭിണി BP ഉള്ളവരുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ BP കൂടിയിട്ട് കുഞ്ഞ് അകത്ത് കിടന്ന് മരിച്ചു പോകും. അതാണ് അതിന്റെ അവസ്ഥ. BP കൂടിയാൽ രക്തനാളികൾ ചുരുങ്ങിപ്പോകും. സോ കുഞ്ഞിന് സോ ഇതൊക്കെ മനസ്സിലാക്കണം. സോ BPയുടെ മരുന്ന് കൊടുത്തുനിന്ന് വരും. ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിന് ഇൻസുലിൻ എടുത്തുനിന്ന് വരും. അതല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ വരും. സോ ഡോക്ടറുടെ അഡ്വൈസ് കേൾക്കാതെ വലിയ സാഹസങ്ങൾ കാണിച്ചാൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. സോ എന്ത് പറ്റും? ആ 9 മാസം ചുമന്ന കുട്ടിയായിരിക്കും, ആ ഗർഭിണിയായിരിക്കും അവസാനം അമ്മയാവുമ്പം പ്രയാസപ്പെടാൻ പോകുന്നത്. അവരായിരിക്കും അതിൻ്റെതായ ഒരു പ്രയാസം അനുഭവിക്കുന്നത്. ലൈഫ് മിക്സിൽ ഇനി ഒരു ചെറിയ ഇടവേള. Punarjani Hospital, Aksharavedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharavedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. ലൈഫ് ബീറ്റ്സ് തുടരുന്നു. സോ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഗർഭധാരണം, സത്യവും മിഥ്യയും. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജാണ് പറഞ്ഞു തുടങ്ങിയത് ഗർഭധാരണം. അപ്പോൾ അതിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിലാണ് വലിയ പ്രശ്നം തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ഈ മരുന്ന് എഴുതി കൊടുത്തു. അടുത്തത് ഡോക്ടറെ പറ്റി പറയുന്നത് സ്കാൻ പോയ ഉടനെ സ്കാൻ ചെയ്യുന്നു. ഈ എന്തിനു വേണ്ടിയിട്ട് ഒരു ഗർഭിണിക്ക് 3 സ്കാൻ മസ്റ്റാണ്. 3 മാസം കൂടുമ്പോൾ 3 ട്രൈമിസ്റ്റർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അതിൽ സ്കാൻ മസ്റ്റ്. ഓരോന്നിനും ഓരോ കാരണമുണ്ട്. ഫസ്റ്റ് ഗർഭിണി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ തീർച്ചയായിട്ടും ഒരു സ്കാൻ ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഈ ഗർഭധാരണം പോസിറ്റീവ് കാണിക്കുമ്പം ഒന്നീ അത് ഗർഭപാത്രത്തിനകത്തായിരിക്കാം, അല്ലെങ്കിൽ ട്യൂബിലായിരിക്കാം. 2 ആണെങ്കിലും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്ന് കാണിക്കും. സോ നമുക്ക് ആദ്യത്തെ സ്കാനിൽ കൂടി അറിയേണ്ടത് ആദ്യം ഗർഭപാത്രത്തിനകത്തൊരു ഭ്രൂണം, ഒരു എംബ്രിയോ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ട ഏതെങ്കിലും ട്യൂബിലുണ്ടോ എന്നുള്ളത്. സോ ആ കുട്ടിയെ നമ്മൾ ഹോർമോൺ ടെസ്റ്റും ചെയ്യണം. അതിനൊരു പ്രത്യേക ഹോർമോൺ ഉണ്ട്, ആ ടെസ്റ്റും ചെയ്യണം. പിന്നെ നമ്മൾ അതിൻ്റെ വളർച്ച നോക്കിക്കൊണ്ടിരിക്കണം. അടുത്ത ആഴ്ചയിൽ അപ്പോഴേ പറഞ്ഞു വിടും, ചെറിയ വയറുവേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വരണം, നമ്മൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്കാൻ. അതായത് ഈ ട്യൂബിലുള്ള വളർന്നു കൊണ്ടിരുന്നാൽ
വളരെ വളരെ അപകടമായിട്ടുള്ളൊരു സംഗതിയാണ്. അമ്മയ്ക്ക് മരണം പോലും സംഭവിക്കാം. കാര്യം വെച്ചാല് വീട്ടിൽ വെച്ചിട്ട് എങ്ങാനും ഇതിന് ശ്രദ്ധിക്കാതെ വിട്ടുപോയാൽ ചിലർ 3 മാസത്തിൽ പോയി ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയുന്ന വീട്ടുകാരുണ്ട്. അത് അടുത്ത ഒരു മിഥ്യയല്ല, തല്ലുള്ളിത്തരം എന്നാ പറയണ്ടത് അതിന്. 3 മാസം കഴിയുമ്പോൾ ഡോക്ടർ, 3 മാസം എന്ത് കണക്ക്? 3 മാസത്തിന് മുമ്പേ എന്തെല്ലാം സംഭവിക്കാം. അപ്പൊ 3 മാസം കഴിഞ്ഞ് കണ്ടാൽ മതി, അതുവരെ കാണണ്ടെന്ന് പറയണ കുറച്ച് അമ്മൂമ്മമാരൊക്കെ ഉണ്ട്, പഴയ ആളുകൾ. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടി ആ ഒരു അവയർനെസ് ഉള്ളതുകൊണ്ട് അതങ്ങനെ പറയാറില്ല. സോ ഈ ഫസ്റ്റ് സ്കാനിൽ നമുക്ക് അറിയാൻ പറ്റും. യൂട്രസിനകത്ത് നിന്നായാൽ ഡോക്ടർ ഇസ് ഓൾസോ കംഫർട്ടബിൾ, നമ്മളും കംഫർട്ടബിളാ. എന്താ അറിയോ, അത് ഇതിലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ വളരുന്നതും വളർച്ചയും ഒക്കെ പിന്നെ നമുക്ക് നോക്കിയിരുന്നാൽ മതി. അല്ലാതെ കണ്ടില്ല, യൂട്രസിനകത്ത് നിന്ന് കണ്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചയും വേണം സ്കാന്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് യൂട്രസിനകത്ത് നമ്മുടെ പ്രയാസം നമുക്കേ അറിയാവൂ, പേഷ്യന്റ് ഡസൻ നോ. അവർ നോക്കുമ്പോഴത്തേക്കും അവരെന്ത്, പക്ഷേ അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പേഷ്യന്റിന് അവർക്ക് മനസ്സിലായിക്കോളും. ഇത് മിക്കവാറും ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത ഒരു സ്കാനും കൂടെ ഉണ്ട് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ, മാക്സിമം കമ്മ്യൂണിക്കേഷൻ വളരെ കുറവുള്ളത് ഒരു ഗർഭിണിക്കും ഗൈനക്കോളജിസ്റ്റിനും തമ്മിലായിരിക്കും. അതാണ് ഇവിടെ കണ്ടുവരുന്ന ഒരു കാര്യം. അവിടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടത്. സാധാരണ ഇപ്പോൾ ഒരു യൂട്രസിന് മുഴയുള്ള ഒരാളുടെ അടുത്ത് വലിയ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. മുഴയുണ്ട്, ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ്, ചിലപ്പോൾ മാറ്റേണ്ടി വരും, ഇത്രയും വലിയ സൈസാണ്, ഫിനിഷ്ഡ്, ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ഇറ്റ്. ഇത് ഗർഭിണി എന്ന് പറഞ്ഞാൽ 9 മാസം ആ കുട്ടിയെ സഹിക്കാൻ പോവുക. സോ അതിന്റെ ആശങ്കകൾ നമ്മൾ നിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ ആസ് എ ഗൈനക്കോളജി, ആസ് എൻ ഓബ്സ്റ്റട്രീഷ്യൻ. അപ്പൊ ഗൈനക്കോളജിസ്റ്റ് അല്ല നമ്മൾ, വി ആർ ഓബ്സ്റ്റട്രീഷ്യൻസും കൂടിയാണ്. സോ അത് ഒരു വലിയ ഒരു കൗൺസിലിംഗ് അത്യാവശ്യം. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് സമയമൊന്നും എടുത്തില്ലെങ്കിലും ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. സോ അവർ തന്നെ വരുന്നുണ്ടല്ലോ എല്ലാ വിസിറ്റിനും. 3 വീക്സ് വിസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മന്ത്ലി വിസിറ്റ്സ് ഉണ്ട്. സോ നമുക്കത് ഒരു പ്രാവശ്യം വരുമ്പോഴായാലും ഒരു 5 മിനിറ്റ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. സോ ഇത് പറഞ്ഞു കൊടുക്കണം. ഈ ആദ്യത്തെ സ്കാൻ എടുക്കണം. അപ്പോൾ കണ്ടില്ല, ചിലപ്പോൾ ട്യൂബിലായാൽ നമുക്ക് ട്യൂബ് നഷ്ടപ്പെടുത്താതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് അതിനെ ആ ഭ്രൂണത്തിന് ഇല്ലാതാക്കാം. അതല്ല ട്യൂബിലല്ലെങ്കിൽ യൂട്രസിലാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ നമുക്ക് തെളിച്ച് കണ്ടുവരും. കഴിവതും ഞാനൊക്കെ എനിക്കറിയില്ല മറ്റെങ്ങനെയാണെന്ന്, ഗർഭിണിക്ക് ഉള്ളിൽ കൂടെയുള്ള സ്കാൻ ചെയ്യിപ്പിക്കാറില്ല, വെജൈനൽ സ്കാൻ. അപ്പോൾ അബ്ഡമൻ വഴി, വയറ് വഴിയുള്ള സ്കാനിൽ കൂടി വളരെ പരിമിതികളുണ്ട് കാര്യങ്ങൾ അറിയാൻ. സോ ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് വെജൈനൽ സ്കാൻ വേണ്ട. ഒരുപാട് വേദന അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ മാത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കും. ഫോളിക് ആസിഡ് കഴിക്കാൻ, ഫോളിക് ആസിഡ് ആക്ച്വലി ഗർഭധാരണം നടന്നതിന് ശേഷം കഴിക്കേണ്ട മരുന്നല്ല. അത് പ്രീ കൺസെപ്ഷണൽ ആയിട്ട്, ദാറ്റ് ഈസ് ഒരു 3 മാസം മുമ്പേ ഗർഭിണി ആ മരുന്ന് തുടങ്ങിയാൽ, അതാണ് നമ്മളിപ്പം മാരീഡ് ആയിട്ട് തന്നെ വരുമ്പോൾ എന്തെങ്കിലും ചെക്കപ്പിന് വരുമ്പം ഫോളിക് ആസിഡ് തുടങ്ങിക്കൊള്ളാൻ പറയും. സോ ഫോളിക് ആസിഡ് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് കോമ്പിനേഷൻസ് ഇത് ഫോളിക് ആസിഡ് വന്നിട്ടുണ്ട്. ഒത്തിരി തലച്ചോറിനുള്ളത്, നെർവ്സിനുള്ളത്, അങ്ങനെ ഒത്തിരി അങ്ങനത്തെ കോമ്പിനേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഇത് ഒരു 3 മാസം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്രഗ്നന്റ് ആകുമ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ രണ്ടിന്റെയും ഡിഫറൻസ് വലുതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനെയും മരുന്ന് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ടാബ്ലറ്റ് ഫോമിൽ ഇരിക്കുന്ന എല്ലാം മരുന്നല്ല. ഇപ്പൊ വൈറ്റമിൻ സി മരുന്നാണോ? അതും പക്ഷെ ടാബ്ലറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ. വൈറ്റമിൻ ഇ മരുന്നാണോ? ഇല്ല, അത് ഇറ്റ്സ് എ സപ്ലിമെന്റ്. സോ ഈ നമ്മുടെ ആളുകൾക്ക് എല്ലാം മരുന്നെന്ന് പറഞ്ഞ് ഇത്രയും മരുന്ന് കഴിക്കണമല്ലോ ഡോക്ടർ. അതിലും വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒരു ആന്റിഓക്സിഡന്റും കഴിക്കുന്ന ആള് അവരുടെ ഒരു ഏജിങ് കുറയ്ക്കാൻ കൊടുത്ത ഇത്രയും മരുന്ന് ഞാൻ കഴിക്കുന്നല്ലോ ഡോക്ടറെ. ഞാൻ അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ പുറത്ത് മരുന്നെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു വയ്ക്കും. അപ്പൊ വായിച്ചു നോക്കിയിട്ട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്. ഞാൻ പറഞ്ഞ എന്ന് വെച്ചാൽ എന്താ? അപ്പൊ അറിയാം, വിദ്യാഭ്യാസം ഉണ്ട്, അറിയാം എല്ലാ കാര്യം. അപ്പൊ ഇപ്പൊ മനസ്സിലായത്. അങ്ങനെ പറഞ്ഞ് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുത്താണ് വിടുന്നത്. എല്ലാം മരുന്നല്ല. ഇപ്പം പനിക്ക് വന്നാൽ കഴിക്കുന്നത് മരുന്ന്, നമുക്ക് അസുഖം വന്ന് ഒരു അണുബാധ വന്നാൽ കഴിക്കുന്നതിന്റെ പേര് മരുന്ന്. പക്ഷെ ഇതിന്റെയൊക്കെ പേര് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്, അതായത് ഭക്ഷണത്തിന് പുറമേ കൊടുക്കുന്ന സത്ത് മരുന്നുകൾ എന്ന് പറയും. ഇതിന് മലയാളത്തിൽ സത്ത് മരുന്നെന്ന് പറയും. സോ നമുക്ക് ദേഹത്തിന് കൂടുതൽ സത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന സംഗതി. ഇതിപ്പോ ഗർഭിണിക്ക് കൊടുക്കുമ്പം ഗർഭസ്ഥ ശിശുവിനും കൂടി വേണ്ടിയിട്ട്, ശിശുവിനെയാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് കൂടി കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ഭക്ഷണത്തിൽ നിന്ന് ഒരാൾക്കുള്ളതേ കിട്ടുള്ളൂ, മറ്റേ ആൾക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. സോ അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ആദ്യത്തെ സ്കാൻ വെറുതെ ചെയ്യിപ്പിക്കുന്നതല്ല. ആദ്യത്തെ ടെസ്റ്റുകള്, ഗർഭിണിക്ക് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകൾ, ഹീമോഗ്ലോബിൻ, അവരുടെ രക്തക്കുറവുണ്ടെങ്കിൽ അപ്പോഴേ രക്തക്കുറവിന്റെ മരുന്നുകൾ നമ്മൾ തുടങ്ങണ്ടേ.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ വേറൊരു ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഇൻഫെക്ഷൻ്റെ ഒക്കെ ടെസ്റ്റ് ചെയ്യും. ഈ HIV, HBsAg, HCV അങ്ങനെയുള്ള. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയോ വല്ലതും ഉണ്ടെങ്കിൽ കുഞ്ഞിന് പ്രിക്കോഷൻ എടുക്കണം അമ്മയ്ക്കുണ്ടെങ്കിൽ. സോ അത് മാത്രമല്ല അമ്മയുടെ ഡെലിവറി ക്ലോസ്ഡ് ഏരിയയിലായിരിക്കണം, മറ്റേ ഗർഭിണികളെ വെച്ചിരിക്കുന്ന ഏരിയയിലായിരിക്കില്ല ഈ അമ്മയെ വെക്കുന്നത്. എന്നുവെച്ചാൽ ഇതൊരു ഇച്ചിരി രക്തം പടർന്നാലും എല്ലാവർക്കും പരന്ന് പിടിക്കാന്നുള്ള ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ യൂറിൻ ടെസ്റ്റ്, യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇത് ചെയ്യണം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ ഗർഭിണിക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകൾ, ഗർഭിണിയുടെ എല്ലാ അവയവങ്ങളും നോർമലാണോ, സോ പ്ലേറ്റ്ലെറ്റ്സ് ഇതൊക്കെ നമ്മൾ നോക്കും യൂഷ്വലി. സോ ഇതൊക്കെ നോർമലാണ്, ചെയ്യേണ്ടതാണ്. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. ഈ ഗർഭിണിയായി കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിക്കുന്നതിനെ പറ്റി ഒരുപാട് പലർക്കും പനി വന്നാൽ എന്ത് ചെയ്യണം? പനി വന്നാൽ പാരസെറ്റമോൾ ഇപ്പൊ ഇതുവരെ നമ്മൾ ദോഷമൊന്നും കണ്ടുപിടിച്ചില്ല പാരസെറ്റമോളിന്. സോ കാലകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരസെറ്റമോൾ പനി വന്നാൽ കഴിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഗർഭിണിയുടെ കാര്യമായാലും ഒരു കുഞ്ഞിന്റെ കാര്യമായാലും ഓൾവേസ് വിത്ത് ദി അഡ്വൈസ് ഓഫ് ദി ഡോക്ടർ. അല്ലാതെ ദയവ് ചെയ്ത് സപ്പോസ് പാരസെറ്റമോൾ അലർജി ഉള്ള അമ്മയാണെങ്കിലും ചുമ്മാ വീട്ടുകാർ കയറി പാരസെറ്റമോൾ കൊടുത്താലോ. സോ ദിസ് ഇസ് നോട്ട് റൈറ്റ്. അപ്പം ഒരു സംഭവം ഇതാണ്. പിന്നെ അടുത്ത ഒരു ഇതുണ്ട്, സ്കാൻ കുഞ്ഞിന് ഹാനികരമാണ് എന്നൊരു വലിയ ഒരു തെറ്റിദ്ധാരണ ഇവിടെ പരന്നു പിടിച്ചിട്ടുണ്ട്. സോ സ്കാൻ എന്ന് പറഞ്ഞത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് കോൾഡ് അൾട്രാസൗണ്ട് സ്കാൻ. സോ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഒരു സൗണ്ടിന്റെ അങ്ങേ അറ്റത്തെ ഡെസിബിൾസിൽ വെച്ചിട്ട് അതിനെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ് ആയിട്ട് മാറ്റുന്നതാണ് അൾട്രാസൗണ്ട്. ഒരു കാരണവശാലും എക്സ്റേ പോലത്തെ രശ്മികളല്ല ദേഹത്തെ ഉപദ്രവം ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ നമുക്ക് വലിയവർക്കായാലും എത്ര സ്കാൻ എടുത്താലും ദേഹത്തിന് ഒരു കുഴപ്പവും വരില്ല. സോ ഫസ്റ്റ് ഈ ഒരു സത്യം മനസ്സിലാക്കുക. ഗർഭസ്ഥ ശിശുവിന് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ അൾട്രാസൗണ്ട് സ്കാൻ. പണ്ട് ഇരട്ട കുട്ടികളാണോ എന്ന് അറിയണമെങ്കിൽ അവസാനം 9 മാസം ആകുമ്പോൾ ഒരു എക്സ്റേ എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അത് ഹാനികരമാണ്. വർഷങ്ങൾക്ക് മുമ്പെയുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഒരു 20 വർഷത്തിന് മുമ്പെയുള്ള കാര്യം ആയിരിക്കാം, നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കാര്യമാണ്. ഞങ്ങളൊന്നും അങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ട് പോലുമില്ല. ബിക്കോസ് സ്കാനൊക്കെ വന്നിട്ട് വർഷങ്ങളല്ലേ, എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ ടൈമിലൊക്കെ. സോ ആ സ്കാൻ എന്ന് പറയുന്ന സംഗതി ഒരു ദോഷവും ചെയ്യത്തില്ല. ഇനി 5 അല്ല 10 വട്ടം എടുത്താലും ഡോണ്ട് വറി. സ്കാൻ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് രക്തപ്പോക്കും ഒക്കെ ഉള്ളവർക്ക് കൂടുതൽ സ്കാൻ ചെയ്യേണ്ടി വന്നേക്കാം. ബട്ട് അത് ഒരു പേടിയായിട്ട് കരുതണ്ട. ഇതെല്ലാം ഗർഭിണികൾക്ക് ഞാൻ പറഞ്ഞു തരിക. പിന്നെ എല്ലാവരും പറയുന്ന അഡ്വൈസും കേൾക്കരുത്. അവരെല്ലാം ഡോക്ടർമാരാണോ? അല്ല. ഈ സയൻസ് പഠിച്ചിട്ടുണ്ടോ? അല്ല. സോ ഈ ഓരോ സയൻസും ഓരോ ആളുകൾ പഠിച്ചവരുണ്ട്, അവർ പറയണത് അനുസരിച്ചിട്ട് പെരുമാറുക. സോ ഈ ഒരു കാര്യത്തിൽ ഡോക്ടർ തന്നെയാണ് ഗൈഡ്. തീർച്ചയായിട്ടും അതിപ്പോ നമ്മൾ വേറെ ആരുടെ ഗൈഡൻസ് എടുത്താലും നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റുകയുള്ളൂ. പിന്നെ ഈ അടുത്ത് ഇങ്ങനെ ഈ സ്കാനിനെ പറ്റി ഇങ്ങനെ ഒരു മിഥ്യയുണ്ട്. സ്കാൻ ഭയങ്കര ഹാനികരമാണ്. ഒരിക്കലുമല്ല. സ്കാൻ നമുക്ക് പോലും എത്ര പ്രാവശ്യം വേണമെങ്കിലും എടുക്കാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് സ്കാന്. പിന്നെ വയറിൽ ഒരു കുത്തുപോലും ഇല്ല, ഒരു വേദനയില്ല. ഇത്രയും സുഖകരമായി കുഞ്ഞിനെ നേരിട്ട് കാണാം. പിന്നെ ഹയർ ഡെഫിനിഷൻ സ്കാൻസ് ഉണ്ട്. ഇപ്പൊ 4D 5D അങ്ങനെ പോകുന്നുണ്ട് സ്കാനുകൾ. സോ അത് മാത്രമല്ല, ഇപ്പൊ ഫീറ്റൽ ജെനറ്റിക്സ് വന്നതിന് ശേഷം കുഞ്ഞകത്ത് എന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരെ നമുക്കറിയാം. ഉറങ്ങുകയാണോ, വാ വിളിക്കുകയാണോ, അല്ലെങ്കിൽ കൈ കൊട്ടുകയാണോ, ഇതൊക്കെ അറിയാൻ പറ്റുന്ന സ്കാനുകളുണ്ട്. രസകരമായ ഒരുപാട് ഫീറ്റൽ ജെനറ്റിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി രസകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ സെന്ററിലേക്ക് പോയി നോക്കുമ്പോൾ ഫീറ്റൽ ജെനറ്റിക്സിന് വളരെ ഫേമസ് ആയ ഒരു സെന്റർ മദ്രാസിലുണ്ട്. ഡോക്ടർ സുരേഷ് എന്ന് ഒരാൾ നടത്തുന്നത്. സോ ഞാൻ ഐ ബീൻ ദെയർ. സോ അവിടെ എനിക്ക് അറിയാൻ പറ്റിയത്
ഇത്രയൊക്കെ നമുക്ക് ഒരു ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, അതൊന്നും നമുക്ക് തിരുവനന്തപുരത്ത് വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേ വന്നിട്ടില്ല. സോ സങ്കടം തോന്നി ശരിക്കും. അതുമല്ല ഇവിടെ എനിക്ക് തോന്നുന്നു അധികം ഗർഭിണികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം പോലും ഇല്ല. പക്ഷെ ഐ എം വെരി പർട്ടിക്കുലർ, ഗർഭിണിക്ക് കുഞ്ഞിന്റെ രൂപം ആൻഡ് ഹാർട്ട് ബീറ്റ് ഞാൻ എപ്പോഴും കേൾപ്പിച്ചു കൊടുക്കും. ആദ്യം തുടക്കത്തിൽ വളരെ അപൂർവം ചിലരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ ഒരു സന്തോഷമാണ്. വെച്ചാൽ അവർക്ക് മാത്രമല്ല, നമ്മുടെ പ്രൊഫഷന്റെ ഒരു സന്തോഷമാണ്. ആ ആൾക്ക് കിട്ടുന്ന സന്തോഷം പോലെ തന്നെ ഗർഭിണിക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്കൊരു സന്തോഷം. ഒരു പുതിയ ജീവനെ നമ്മള് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ ആദ്യമായിട്ട്. സ്വന്തമായിട്ട് ദേ ആർ നോട്ട് നോയിങ് ദാറ്റ് ഇറ്റ്സ് എ ന്യൂസ്. അവര് അറിയുന്നില്ല ഒരു വലിയൊരു കാര്യം തന്റെ ഉള്ളിൽ വളരുകയാണെന്നുള്ളത്, നടക്കുന്നുണ്ടെന്നുള്ളത്. സോ നമ്മൾ ആ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ആ രൂപം ഇങ്ങനെ ഒരു എക്സ്റേ പോലെ അല്ല, സ്കാനില് ഒരു ചെറിയ എക്സ്റേയിൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു വെള്ള രൂപമേ കാണുള്ളൂ. എന്നാലും അമ്മയ്ക്ക് അതൊരു വലിയ ത്രില്ലാണ്. ആ കുഞ്ഞിങ്ങനെ കിടക്കണം, എല്ലാം കാണാൻ പറ്റും. തല, കുഞ്ഞിന്റെ നട്ടല്, കാല്, കൈ അനക്കണത്, കാലനക്കണത്. മറ്റേ ഹൈ ഡെഫിനിഷൻ സ്കാൻസിൽ ഫുൾ മുഖമായി കാണാം. മുഖം ഇത് ആരുടെ ഒരു ചായ എന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും എന്ന് വരെ ആളുകൾ പറഞ്ഞോളൂ. ചിലപ്പോൾ അവരുടെ അതിൽ CD-യിലുണ്ട് അങ്ങനത്തെ ഇത്. അവർക്ക് CD-യും കൊടുത്തുവിടും. അപ്പം സോ ഇതിട്ട് കൺട്രോളാൻ പറയും. അപ്പം സോ ദാറ്റ് ഈസ്, അതൊക്കെ ജെനറ്റിക്സ് ഒക്കെ വളരെ ഇംപ്രൂവ്ഡ് ആയി. നമ്മളിപ്പോഴും 16-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണ്, അല്ലേ? നമ്മളെ കേരളത്തിലുള്ളവർ ഇപ്പോഴും സത്യം പറഞ്ഞ പേഷ്യന്റിന് മുഖം പോലും കാണാത്ത. അതാണ്, സ്കാൻ ചെയ്താൽ അതിനെ തടസ്സപ്പെടുത്തുന്നവരുണ്ട് വീട്ടുകാർ. വേണ്ട ഇനി സ്കാൻ ചെയ്യണം. അവസാനം വലിയ ബ്ലീഡിംഗ് ആയി വലിയ അബോർഷനായി തിരിച്ചു വരും. സോ ഇത് ഒരു പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ അടുത്തത് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത സാധനം ഈ ഭക്ഷണത്തിനെ പറ്റിയുള്ളത്, പിന്നെ ഈ പറഞ്ഞ പോലെ കിടപ്പിനെ പറ്റിയുള്ളത്, പിന്നെ ഈ പറഞ്ഞ പോലെ നടപ്പിനെ പറ്റിയുള്ളത്. എക്സസൈസ് ആർക്ക് വേണം. എല്ലാരെയും എടുത്തിട്ട് വീട് തൂക്കൂ, വീട് തൂത്ത ഉടനെ ഗർഭധാരണം നോർമൽ ആവും. ഇതൊക്കെ പഴയ ആളുകള് ആക്ച്വലി അവർ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കണവരാ. സോ അതുകൊണ്ട് എന്ത് പറ്റും, അവരുടെ എലിക്കൂടൊക്കെ നല്ല, ദാറ്റ് ഇസ് പെൽവിസ് ഒക്കെ നല്ല ബ്രോഡായിട്ട് നല്ല ഗിവ് വേ ആയിരിക്കും. നന്നായിട്ട് ഒരു കുഞ്ഞിന്, എത്ര വലിയ കുഞ്ഞായാലും ഇത് വരെ. ഇവിടെ നമ്മുടെ കുട്ടികൾ ഒരു ജോലിയും ചെയ്യുന്നില്ല. സ്കൂളില് കോളേജിലും ഒക്കെ വാനി പോണു, കാറി പോണു, തിരിച്ചു വരുന്നു, വീട്ടിൽ ഇരിക്കുന്നു, കമ്പ്യൂട്ടർ എടുത്ത് കളിക്കുന്നു, കല്യാണം കഴിക്കുന്നു, കുഞ്ഞുണ്ടാവുന്നു. സോ അവരിൽ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം അവരെ 4 ചൂലെടുത്ത് തൂക്കാൻ പറഞ്ഞാൽ അവരിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതൊക്കെ നമ്മൾ വർഷങ്ങളോളം ഉണ്ടാകുന്ന നമ്മുടെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ ഓരോ മസിൽസ്, ഓരോ ജോയിന്റ്സ് ഒക്കെ അതിൻ്റെതായ ഫ്ലെക്സിബിലിറ്റിയിൽ വരുന്നത്, നന്നായിട്ട് അനക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വരുന്നത്. സോ അത് നമ്മുടെ കുട്ടികളിലില്ല. അതുകൊണ്ട് ഒരു ചൂലെടുത്ത് തൂത്തുകൊണ്ടൊന്നും അവരൊന്നും സംഭവിക്കാൻ പോകില്ല അവസാനം അവർ 7-ാം മാസത്തിൽ. സോ അത്യാവശ്യം എക്സസൈസ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ്. അത് പക്ഷെ ആര് ചെയ്യണം എന്നുള്ളതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ, എനിക്കൊന്നൊരു ലാസ്റ്റ് ഒരു വൈൻഡപ്പ് എന്നുള്ള രീതിയിൽ സോ ദിസ് ഇപ്പൊ എക്സസൈസിനെ പറ്റി പറഞ്ഞാല്, എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്തത് പ്രഷർ ഉള്ളവർ, ഒരു കാരണം വെച്ചാൽ ഹാർട്ട് ഡിസീസ് ഉള്ളവര്, ഹാർട്ടിന് പ്രശ്നമുള്ളവർ എക്സസൈസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയണം, എക്സസൈസ് ചെയ്തോളൂ. സോ എക്സസൈസ് ചെയ്യുമ്പോൾ ഓക്കെ ഫൈൻ, എക്സസൈസ് നിങ്ങൾ ചെയ്തോളൂ. ദാറ്റ് ഈസ് കൂടിപ്പോയ ഒരു 1/2 hour മൈൽഡ് വാക്ക്. അതൊക്കെ ഇത്രയും നമ്മൾ ആലോചിക്കുന്നുള്ളൂ. പിന്നെ ഭക്ഷണത്തിന് ക്രമത്തിനെ പറ്റി, ഭക്ഷണം ഒരു പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് വയറ് നിറച്ച് കൊടുക്കും. സോ ആ രീതിയിലല്ലേ അല്ല എന്നുവെച്ചാൽ ഗർഭിണി ഒരുപാട് കഴിക്കണം 2 പേർക്കും കൂടി കഴിക്കുന്ന പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യുന്നവരുണ്ട്. സോ ആ രീതിയിലല്ല നമ്മൾ ആക്ച്വലി ഈ ഇത് ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 11 മണിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആഹാരം, രാവിലെ ഭക്ഷണം കഴിഞ്ഞാൽ എണീറ്റതും ഛർദ്ദിക്കാതിരിക്കാൻ ഒരു വായിൽ ഇച്ചിരി മൗത്ത് വാഷ് വെച്ച് കഴുകിയിട്ട് ഒരു 2 ബിസ്ക്കറ്റും എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഇച്ചിരി കുടിക്കാനുള്ള ചായ കൊടുക്കേണ്ട കാര്യമില്ല, സംതിങ് പാല് പോലും എന്തെങ്കിലും, അങ്ങനെ ഒരു ഡ്രിങ്ക്, ഹോർലിക്സ്, വാട്ട് എവർ ദി ലൈക്ക്. സോ അങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡ്രിങ്ക് കൊടുക്കുക. സോ ഫസ്റ്റ് ആദ്യം 2-3 ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച ആളൊന്ന് ഓക്കെ ആയതിനു ശേഷം ബ്രഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഛർദ്ദിക്കും. പിന്നെ അതേപോലെ പല നേരങ്ങൾ 11 മണിക്ക് ഒരു ആഹാരമാവാം, പിന്നെ 2 മണിക്ക് 1 മണി 2 മണിക്ക് അടുത്തത്, പിന്നെ 4 മണിക്ക് വീണ്ടും ഒരെണ്ണം, 7 മണിക്ക് ഒരു ചെറിയ സ്നാക്സ്, പിന്നെ ഒരു 9 മണിക്ക് അടുത്തത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഈ ആഹാരത്തിനെ കുറിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. പപ്പായ കഴിക്കാമോ, പൈനാപ്പിൾ കഴിക്കാമോ, ഇത് കഴിക്കാമോ? സോ പപ്പായയും പൈനാപ്പിളൊക്കെ കഴിച്ചിട്ടാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആഫ്രിക്കയിലും ഒക്കെ ആളുകൾ ഗർഭിണികളാവുന്നത്. ഇന്ന് വരെ പ്രൂഫ് ഒന്നുമില്ല നമുക്ക്. അതുകൊണ്ട് ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ കഴിച്ചാലൊക്കെ അബോഷനാവും, എള്ള് കഴിച്ചാൽ അബോഷനാവില്ല, നല്ല അയൺ കിട്ടും ബോഡിക്ക്. എന്നുവെച്ചാൽ ഇതെല്ലാം കഴിച്ചു നോക്കി ഒന്നും ആകാത്തവരുടെ
പ്രൂഫ് നമുക്കുണ്ട്, ഒരു കുഴപ്പമില്ലാത്തവരുടെ പ്രൂഫ്. സോ ഭക്ഷണ കാര്യത്തിൽ ഇങ്ങനത്തെ മിഥ്യകൾ വരുത്താതിരിക്കുക. നമുക്ക് ഈ ടോപ്പിക്ക് അടുത്ത ആഴ്ചയും വി വിൽ കണ്ടിന്യൂ ദിസ്. കാര്യം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയേണ്ടത് ചെറിയ ഒരു കാലയളവിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല. സോ അടുത്ത ആഴ്ചയും കാത്തിരുന്നോളൂ. വിൽ കം ബാക്ക് വിത്ത് പ്രഗ്നൻസി ട്രൂത്ത് ആൻഡ് മിത്ത്. ഗർഭധാരണം സത്യവും മിഥ്യയും. Okay, so till then, bye everybody. Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959.